നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൂസ് കേക്ക് കാണാം. അതിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ അത് അന്ന് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ചിട്ട് നല്ല ഭംഗിയിൽ ഹാർട്ട് ഷേപ്പിലുള്ള ബോക്സിലൊക്കെയാണ് സ്ട്രോബെറി കിട്ടിയത് കേട്ടോ. നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. 3 ആപ്പിളാണ് കേട്ടോ അവിടെ എടുത്തേക്കുന്നത്. ആപ്പിൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് ചെത്തി അത് സ്റ്റീമറിൽ കയറ്റിയിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തേക്കുന്നത്. ഇഡ്ഡലി കുക്കറിലെങ്ങാനും കയറ്റി ആവി കയറ്റിയാൽ മതി. ഒരു 5 മിനിറ്റ് മതിയാവും. കത്തി കൊണ്ട് കുത്തി നോക്കുമ്പോൾ ഇതുപോലെ നല്ലതായി സോഫ്റ്റായിട്ട് വരണം. ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അന്നേരം ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 230 ഗ്രാമാണ് ഞാൻ അളന്നെടുത്തേക്കുന്നത് കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഡബിൾ ബോയിൽ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, വായവട്ടം കുറവുള്ള പാത്രമാണ് അടിയിൽ വെക്കേണ്ടത്, വെള്ളം നിറച്ചിട്ട്. തീരെ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല, പുറത്തേക്ക് ആവി വരാത്ത രീതിയിൽ ഉള്ള പാത്രം എടുക്കുക. എന്നിട്ട് മുകളിൽ വലിയ പാത്രം വെച്ചിട്ട് ഫ്ലെയിം നന്നായിട്ട് ആ വെള്ളം ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളയ്ക്കണമെന്നില്ല. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ചോക്ലേറ്റ് ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരം നിന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചോക്ലേറ്റ് തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ഓഫായിട്ട് ഇരിക്കണം. ചൂടായി വന്നു കഴിഞ്ഞാൽ എന്നിട്ട് വേണം മെൽറ്റ് ചെയ്തിട്ട് എടുക്കണേ. അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിത് ആപ്പിൾ ചൂടാറി വന്നിട്ടുണ്ട്. അത് മിക്സി ജാറിലിട്ടിട്ട് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നല്ല പേസ്റ്റായിട്ട് കട്ടയില്ലാത്ത രീതിയിൽ. വെള്ളമൊന്നും ചേർക്കരുത്. എന്നിട്ട് അത് നമ്മുടെ നേരത്തെ ഉരുക്കി വെച്ച ചോക്ലേറ്റിലേക്ക് ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ടേസ്റ്റാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൽ വേറെ ടോപ്പിങ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എത്ര മതി. ഇനി ഇതാ പാർച്ച്മെൻറ്റ് പേപ്പർ ഇട്ടിട്ട് ഒരു ബേക്കിംഗ് ട്രേയിലേക്കാണ് ഒഴിച്ചെടുക്കുന്നത്. ഒരു പ്ലേറ്റ് ആയാലും മതി, സാധാരണ പ്ലേറ്റ്. പക്ഷേ അതിനായിട്ടും നല്ലത് നമ്മൾ സെർവിങ് സൈസ് ചെറിയ ചെറിയ കപ്പുകളിലാക്കിയിട്ട് അത് ഫ്രീസ് ചെയ്യാൻ വയ്ക്കുമായിരിക്കും നല്ലത്. അപ്പോൾ ഫ്രീസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പിങ്സ് ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവാനായിട്ട് മുന്നേ കഴിക്കാം. അത് പെട്ടെന്ന് മെൽറ്റ് ആവുന്ന ഒരു ടൈപ്പാണ്. ഇനി നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ചെറിയ പീസുകളൊക്കെ കട്ടകട്ടേക്ക് ഇടുന്നോട്ടെ. കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇവിടെ പാർലീജിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് സ്ട്രോബെറിയും ഒന്ന് കനം കുറച്ച് സ്ലൈസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ഐസിങ് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫ്രീസായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എടുക്കാം. നന്നായിട്ട് കട്ടിയായിട്ട് വരുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ഇത് ഡീഫ്രോസ്റ്റ് ആവും കേട്ടോ. പെട്ടെന്ന് മെൽറ്റ് ആവും, പെട്ടെന്ന് ഉരുകി ഇങ്ങോട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെർവിങ് സൈസ് ബൗളിലാണെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ തന്നെ ടോപ്പിങ്സ് ഒക്കെ ഇട്ടിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ആ ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചത് സൈഡിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് സ്ട്രോബെറിയും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഐസിങ് ഷുഗർ ആ സ്ട്രോബെറിയുടെ മുകളിലൊക്കെ ആയിട്ടൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ആപ്പിൾ മൂസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ ചെറിയ സെർവിങ് ബൗളിലാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത്.